കോഴിക്കോട്ടുകാരനായ മുല്ലശ്ശേരി രാജു എന്ന മനുഷ്യനിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് രഞ്ജിത്ത് തിരശ്ശീലയിൽ സൃഷ്ടിച്ച കഥാപാത്രമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ഇന്നും മോഹൻലാൽ ആരാധകർ ദേവാസുരം എന്ന ചിത്രവും മോഹൻലാലിൻ്റെ വേഷവും ആഘോഷമാക്കാറുണ്ട്. എന്നാൽ ചിത്രത്തിലെ സുപ്രധാനമായൊരു കാസ്റ്റിംഗ് നടത്തിയത് മോഹൻലാലാണെന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ദേവാസുരം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്ന്. മോഹൻലാൽ ആരാധകരെ അത്രമേൽ ത്രസിപ്പിച്ച കഥാപാത്രമാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ആ വീരപരിവേഷ നായകൻ്റെ വാഴ്ചയും വീഴ്ചയും പറഞ്ഞ ചിത്രം റിപ്പീറ്റ് വാച്ച് മൂല്യത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്നതുമാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ്റെ എതിരാളിയായ മുണ്ടക്കൽ ശേഖരൻ്റെ വേഷമിട്ടത് നെപ്പോളിയനാണ്. ഇന്നസെന്റിൻ്റെ വാര്യരും രേവതിയുടെ ഭാനുമതിയുമെല്ലാം മലയാളികൾക്ക് അത്രമേൽ സുപരിചിതരാണ്. ചിത്രത്തിലെ പല ഡയലോഗുകളും ഇന്നും സിനിമാ പ്രേമികളുടെ നാവിൽ തത്തിക്കളിക്കുന്നവയുമാണ്. അതേസമയം സിനിമയ്ക്കെതിരെ പിൽക്കാലത്ത് രൂക്ഷ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. മീശ പിരിക്കുന്ന ലാലിൻ്റെ ഒരുപിടി ചിത്രങ്ങൾക്ക് മുന്നേ നടന്ന സിനിമയാണ് ദേവാസുരം. മുല്ലശ്ശേരി രാജു എന്ന കോഴിക്കോട്ടുകാരൻ്റെ ജീവിതമാണ് ചിത്രത്തിന് പ്രേരകമായതെന്ന് രചയിതാവായ രഞ്ജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന് ഒരു മുഖമേ യോജിക്കുന്നുവെന്നും അത് മോഹൻലാലിൻ്റെതാണെന്നും രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ നെപ്പോളിയനെ നിർദ്ദേശിച്ചത് മോഹൻലാലാണെന്ന പ്രത്യേകതയുമുണ്ട്. ആ കഥ രഞ്ജിത്ത് വ്യക്തമാക്കിയതിങ്ങനെ: തിരക്കഥ വായിച്ച ശേഷം മോഹൻലാൽ എന്നോട് ചോദിച്ചു, ആരായിരിക്കും ഈ ശേഖരൻ? കണ്ടു ശീലിച്ച മുഖങ്ങളിൽ നിന്നും വേറിട്ടൊരാളെയാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊരാളെ നിർദ്ദേശിക്കാമെന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. അങ്ങനെ ലാൽ നെപ്പോളിയൻ്റെ പേര് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അതായത് മുണ്ടക്കൽ ശേഖരൻ്റെ കാസ്റ്റിംഗ് നടത്തിയത് മോഹൻലാലാണ്. പൂജയ്ക്ക് ചെന്നൈയിൽ വെച്ചാണ് നെപ്പോളിയനെ കണ്ടത്. അതോടെ മുണ്ടക്കൽ ശേഖരനായി തൻ്റെ മനസ്സിൽ നെപ്പോളിയനായെന്നും രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്.